ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്സിലും മാത്സിലുമുള്ള യൂണിറ്റുകളുടെ കൺവേർഷൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം. കിലോ എന്ന് പറഞ്ഞാൽ 1000 അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ, അല്ലെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. 1 കിലോ ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 8 കിലോമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്ക് ആക്കാം. കിലോമീറ്റർ അല്ലേ മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റ്. വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 8 × 1000 അതായത് 8000. അതേസമയം 8 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാം. ഗ്രാം ആണ് കിലോഗ്രാമിനേക്കാൾ ചെറിയ യൂണിറ്റ്. ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലേക്ക് ആക്കുമ്പോൾ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 8 ÷ 1000 അതായത് 0.008 കിലോഗ്രാം. അപ്പോൾ അതുപോലെ 42 മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിലോ? മീറ്റർ ആണ് ചെറുത്. ചെറുതിൽ നിന്ന് വലുതിലേക്കാക്കാൻ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 42 ÷ 1000 എന്ന് പറയുമ്പോൾ 0.042 കിലോമീറ്റർ. ഇതുപോലെ തന്നെ 1 മീറ്റർ എന്ന് പറയുമ്പോൾ 1000 മില്ലിമീറ്റർ. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാം അതായത് mg. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml. അപ്പോൾ നമുക്ക് 20 ഗ്രാമിനെ മില്ലിഗ്രാമിലേക്ക് ആക്കാം. ഗ്രാം അല്ലേ മില്ലിഗ്രാമിനേക്കാൾ വലുത്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 20 × 1000 അതായത് 20000 mg. അല്ലെങ്കിൽ 2 മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാം. മില്ലി ലിറ്റർ ആണ് ചെറുത്. ചെറുതിൽ നിന്ന് വലുതിലേക്കാക്കുമ്പോൾ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ 1000 0.002 ലിറ്റർ. അതുപോലെ തന്നെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 22 മീറ്റർ എന്ന് പറഞ്ഞാലോ? മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. വലുതിനെ ചെറുതിലോട്ടാക്കണമെങ്കിൽ ഇൻറ്റു 100 അപ്പോൾ 2200. ഇനി 7 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിലോ? ചെറുതിനെ വലുതിലേക്കാക്കാൻ ഡിവിഷൻ അതായത് 0.07 മീറ്റർ. അതിൻ്റെ ഓർഡർ ശരിക്കും ഇങ്ങനെയാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഹെക്ടോമീറ്റർ ആണ്. 1 ഹെക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഡെക്കാമീറ്റർ. 1 ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഡെസിമീറ്റർ. 1 ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ എത്ര ഡെസിമീറ്റർ ആണ്? അതെങ്ങനെ കണ്ടെത്താം? 1 കിലോമീറ്റർ 1000 മീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇനി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഡെസിമീറ്റർ ആണ്. അപ്പോൾ ഈ മീറ്ററിനെ ഡെസിമീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 10 കൂടി ചെയ്താൽ മതി. അതായത് 10000 ഡെസിമീറ്റർ. ഇനി നമുക്ക് നോക്കാം 1 മണിക്കൂർ. 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 × 60 എത്രയാണ്? 240 മിനിറ്റ്. 4 മിനിറ്റ് എത്ര മണിക്കൂറാണെന്ന് ചോദിച്ചാൽ മിനിറ്റ് ആണ് ചെറുത്. മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കണം. അതായത് ചെറുതിനെ വലുതിലേക്കാക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ആണ്. ഇവിടെ 1000 അല്ല 60 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 0.06 അവേഴ്സ്. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അതായത് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 × 60 അതായത് 3600 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെ ആക്കാം എന്ന് നോക്കാം. കിലോമീറ്റർ പെർ അവറിനെ ഇങ്ങനെ എഴുതുകയാണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണെന്ന് നമുക്കറിയാം. 1 മണിക്കൂർ 3600 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ഇതിനെ വെട്ടിച്ചുരുക്കുകയാണെങ്കിൽ 5/18 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 36 കിലോമീറ്റർ പെർ അവറിനെ എനിക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ 36 × 5/18 ആണ് ചെയ്യേണ്ടത്. അതായത് ഇത് വെട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 10 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു
18/5 5/18 അല്ല. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ ഇൻറ്റു 18/5. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 5/18. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 36 കിലോമീറ്റർ പെർ അവർ. ഇനി നമ്മൾ ഏരിയ, അതായത് പരപ്പളവ് കണ്ടെത്തുമ്പോൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ സ്ക്വയർ, മില്ലിമീറ്റർ സ്ക്വയർ തുടങ്ങിയവ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ 100ൻ്റെയും സ്ക്വയർ ആണ് എടുക്കേണ്ടത്. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ, അതായത് 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറയുക. അപ്പോൾ 7 മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് എങ്ങനെയാക്കാം? മീറ്റർ സ്ക്വയർ അല്ലേ സെൻറ്റിമീറ്റർ സ്ക്വയറിനേക്കാൾ വലുത്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 7 × 10,000 എന്ന് പറയുമ്പോൾ 70,000 സെൻറ്റിമീറ്റർ സ്ക്വയർ. 40 സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കാം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 0 വെട്ടിക്കളഞ്ഞാൽ 0.004 മീറ്റർ സ്ക്വയർ. ഇതുപോലെ തന്നെ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ 1000 മില്ലിമീറ്റർ ആണെങ്കിൽ ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ മില്ലിമീറ്റർ സ്ക്വയർ, അതായത് 10 ലക്ഷം മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇനി വോളിയം നോക്കാം, അതായത് വ്യാപ്തം. ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 100 ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബ്, അതായത് എത്ര 0? 6 0. 10 ലക്ഷം സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതിൻ്റെ കണക്കുകൾ ചെയ്യുമ്പോഴും മീറ്റർ ക്യൂബാണ് സെൻറ്റിമീറ്റർ ക്യൂബിനേക്കാൾ വലുത്. വലുതിനെ ചെറുതിലേക്കാക്കുമ്പോൾ ഇൻറ്റു, തിരിച്ചാണെങ്കിൽ ഡിവിഷൻ. ഒരു മില്ലി ലിറ്ററും ഒരു സെൻറ്റിമീറ്റർ ക്യൂബും തുല്യമാണ്. അതായത് 5 ml എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഉദാഹരണത്തിന് 8 ലിറ്റർ എന്ന് പറയുമ്പോൾ 8000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അപ്പോൾ 8 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8000 ലിറ്റർ. 8 ലിറ്റർ എന്ന് പറഞ്ഞാലോ 1000 ലിറ്റർ ചേരുമ്പോഴാണ് ഒരു മീറ്റർ ക്യൂബ് ഉണ്ടാകുക. അപ്പോൾ മീറ്റർ ക്യൂബ് അല്ലേ വലിയ യൂണിറ്റ്, ലിറ്ററാണ് ചെറിയ യൂണിറ്റ്. ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ ചെറുതിനെ വലുതിലേക്ക് ആക്കുക, അതായത് ഡിവിഷനാണ്. അപ്പോൾ 8 / 1000, അതായത് 0.008 മീറ്റർ ക്യൂബ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. 8 ടൺ, ടണ്ണിനെ ചുരുക്കി ഇങ്ങനെയാണ് എഴുതുക. എത്ര കിലോഗ്രാം ആയിരിക്കും? 8000 കിലോഗ്രാം. അതുപോലെ ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. 10 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 100 × 10, അതായത് 1000 കിലോഗ്രാം. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ അത് ഏരിയയുടെ യൂണിറ്റാണ്. 10,000 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 2 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 20,000 മീറ്റർ സ്ക്വയർ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഫോഴ്സിന് മറ്റൊരു യൂണിറ്റ് കൂടെ ഉണ്ട്, ഡൈൻ ആണത്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1,00,000 ഡൈൻ ആണ്. 1,00,000-ന് 5 0 അല്ലേ? അപ്പോൾ 10⁵ ഡൈൻ എന്നെഴുതാം. അതായത് 8 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 8 ലക്ഷം, അതായത് 8 × 10⁵ ഡൈൻ ആണ് വരുന്നത്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? പാസ്കലാണ്. പ്രഷറിൻ്റെ മറ്റൊരു യൂണിറ്റാണ് ATM, അതായത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഒരു ATM എന്ന് പറഞ്ഞാൽ 101,325 പാസ്കലാണ്. ഇതിനെ തന്നെ 1.01325 × 10⁵ പാസ്കൽ എന്നും എഴുതാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിനെ പാസ്കലിലേക്ക് ആക്കണമെങ്കിൽ ഈ നമ്പർ വെച്ച് ഇൻറ്റു ചെയ്യണം. പാസ്കലിനെ അറ്റ്മോസ്ഫിയർ ആക്കണമെങ്കിലോ ഈ നമ്പർ വെച്ച് ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ എനർജിയുടെ യൂണിറ്റാണ് ജൂൾ. മറ്റൊരു യൂണിറ്റാണ് എർഗ്. 1 ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷, അതായത് 1/7 അത്രയും എർഗാണ്. അപ്പോൾ 8 ജൂൾ എന്ന് പറഞ്ഞാലോ 8 × 10⁻⁷ എർഗാണ്. ഫിസിക്സിൽ നമ്മൾ കാണുന്ന ഒരു യൂണിറ്റാണ് kgWt, അല്ലെങ്കിൽ കിലോഗ്രാം വെയ്റ്റ്. 1 കിലോഗ്രാം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്. പക്ഷേ ഇത് പലപ്പോഴും
ന്യൂട്ടനായിട്ട് എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ 10 ന്യൂട്ടനായിട്ടാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ 2 kgWt എന്ന് പറയുമ്പോൾ എത്ര ന്യൂട്ടനാണ്? 9.8 × 2 ന്യൂട്ടൺ അല്ലെങ്കിൽ 10 × 2 ന്യൂട്ടൺ. എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ എടുക്കാം. kgWtനെ ന്യൂട്ടണിലേക്കാക്കാൻ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂട്ടനെ kgWtയിലേക്കാക്കാൻ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്.